സർ, കുറച്ച് പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒരു സംശയമാണ്. +2 സയൻസ് അല്ലെങ്കിൽ ഡിഗ്രി സയൻസ് ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. യെസ്, തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10th കഴിഞ്ഞാണ് നമ്മൾ സയൻസ് വേണോ ആർട്സ് വേണോ കോമേഴ്സ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ 10th വരെ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷെ കോമേഴ്സ് സ്ട്രീമിനെ പറ്റി, കോമേഴ്സ് സബ്ജക്ട്സിനെ പറ്റി, കോമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പൊതുവെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവ് 10th വരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും 10th കഴിഞ്ഞ് സയൻസ് സ്ട്രീമിലേക്ക് പോയതിന് ശേഷം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പ്രോഗ്രാംസ്, കോസ്റ്റ് അക്കൗണ്ടൻസി പോലുള്ള പ്രോഗ്രാംസിലേക്ക് ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 12th പാസ്സായെങ്കിൽ നിങ്ങൾ കോമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, നിങ്ങളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊവൈഡ് ചെയ്യുന്ന ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വെൽക്കം ചെയ്യുന്നു ഈ കോഴ്സിലേക്ക്. നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി നിങ്ങൾ ഡിഗ്രി സയൻസാണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും സയൻസ് സ്ട്രീമിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് പേര് ചാർട്ടേഡ് അക്കൗണ്ട്സ് ചെയ്യുന്നവരുണ്ട്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡിഗ്രിക്ക് നിങ്ങൾ 60% മാർക്ക് വാങ്ങിയിരിക്കണം. ഇനി എൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്യട്ടെ. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായിരിക്കുന്ന പാസ് റേറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടികളുടെ പാസ് റേറ്റ് ഈവൻ കോമേഴ്സുകാരേക്കാൾ കൂടുതലാണ്. സർ, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കൊമേഴ്സിന്റെ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ഇത് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആര് പറയണോ? ഇതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ. നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ 3 ലെവലാണുള്ളത്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. അത് നമുക്ക് ഈ ഫൗണ്ടേഷനിലേക്ക് നോക്കാം. ഫൗണ്ടേഷനിൽ 4 സബ്ജക്ട്സ് ഉള്ളത്: അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ലോ, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനകത്ത് ആദ്യത്തെ പേപ്പർ അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ എല്ലാ ലെവലിലും ഉള്ള പേപ്പറാണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ കോർ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. ഇപ്പോൾ ഒരു കോമേഴ്സ് സ്റ്റുഡൻറ്റ് +1 +2 അക്കൗണ്ടൻസി പഠിച്ചത് കൊണ്ട് അവൻ്റെ ബേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അവനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അതേസമയം ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് ഒരിക്കലും അക്കൗണ്ടൻസി ഒരു ബാലികേറാ മലയല്ല. റൈറ്റ് മെന്റർഷിപ്പിലൂടെ, റൈറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് അക്കൗണ്ടൻസി ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത് ഇക്കണോമിക്സും ഒരു കോമേഴ്സ് സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇക്കണോമിക്സ് ഒരു തിയറി സബ്ജക്റ്റാണ്. ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കോൺസെപ്റ്റ് ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു പേപ്പറാണ് ഇക്കണോമിക്സും. മൂന്നാമത്തെ സബ്ജക്റ്റ് അത് ലോയാണ്. ഇവിടെ യു ആർ അറ്റ് പാർ വിത്ത് എ കോമേഴ്സ് സ്റ്റുഡൻറ്റ്. കാരണം ഈ ലോ അവരും ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, നിങ്ങളും ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കോൺട്രാക്റ്റും പാർട്ട്ണർഷിപ്സും കമ്പനിയിലോ എല്ലാം പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ അവർ തമ്മിൽ വ്യത്യാസമില്ല. ഇനി അടുത്ത സബ്ജക്റ്റ് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണുള്ളത് അല്ലേ? ശരിയല്ലേ? മാത്സിൽ നിങ്ങൾ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവും. പലപ്പോഴും പല കോമേഴ്സ് സ്റ്റുഡൻസ് കാണിക്കുന്ന ഒരു ചെറിയ മണ്ടത്തരം, അവർ ഈ കോമേഴ്സ് സ്ട്രീം എടുക്കുന്ന സമയത്ത് പലപ്പോഴും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കും. പക്ഷെ ഇത് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടി, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി എന്നും കോമേഴ്സ് മാത്സ് ആണ് റൈറ്റ് ഓപ്ഷൻ. ഇത് പലപ്പോഴും അവരുടെ കേസിൽ ഒരു വീക്ക്നെസ് ആയി മാറാറുണ്ട്, നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും തരുന്നുണ്ട്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഈ ഫൗണ്ടേഷൻ ലെവലിൽ 4 പേപ്പറാണെന്ന് പറഞ്ഞു. ഇപ്പം 4 പേപ്പർ, ഓരോ പേപ്പറിനും 100 മാർക്കാണ്. ടോട്ടൽ 400ൽ പാസ്സാവാൻ ഓരോ സബ്ജക്റ്റിനും മിനിമം 40 മാർക്സ്. ഇപ്പോൾ 40 മാർക്സ് എന്ന് പറയുമ്പോൾ 40 × 4 160 കിട്ടിയാൽ പോരാ. അഗ്രിഗേറ്റ് എത്ര വേണം? 200, 50% വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇക്കണോമിക്സിലോ അക്കൗണ്ടൻസിയിലൊക്കെ കുറച്ച് കുറവ് സംഭവിച്ചാൽ, മാർക്ക് കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ മിനിമം 40 കിട്ടണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, ഈ മാത്സിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഇന്റർമീഡിയറ്റും ഫൈനലും വരുമ്പോൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പും. ഓക്കെ, നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സാവുന്നതോടുകൂടി അക്കൗണ്ടൻസിയിൽ ഒരു പ്രോപ്പർ ബേസ് വന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്റർമീഡിയറ്റിലും ഫൈനലിലും നമ്മൾ പഠിക്കുന്ന ഒരു കോർ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അപ്പം അതിൻ്റെ ബേസ് നിങ്ങൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സബ്ജക്ട്സ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഈ സബ്ജക്ട്സ് എല്ലാം കോമേഴ്സുകാരും നിങ്ങളും ആദ്യമായിട്ട് പഠിക്കുകയാണ്. സോ യു ആർ അറ്റ് പാർ വിത്ത് എ കോമേഴ്സ് സ്റ്റുഡൻറ്റ്. അപ്പം അവിടെ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. അത് ഇന്റർ ആയാലും ഫൈനൽ ആയാലും. പിന്നീട് ആർട്ടിക്കിൾഷിപ്പ്. ഇപ്പം നമ്മൾ തിയറട്ടിക്കലി പഠിച്ച അറിവുകൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് പോയി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. 2 വർഷമാണതുള്ളത്. അവിടെയും സയൻസ് കോമേഴ്സ് സ്റ്റുഡൻസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. പിന്നെ എന്താ പ്രശ്നം?